ഇ ശ്രീധരൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിച്ച നിർദ്ദിഷ്ട കേരള അതിവേഗ റെയിൽ പാതയുടെ വിശദാംശങ്ങൾ പുറത്ത്. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെ 473.20 കിലോമീറ്റർ നീളുന്ന ഇരട്ടപ്പാതയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 3 വിമാനത്താവളങ്ങളെ കടന്നു പോകുന്ന പാതയിൽ 23 സ്റ്റേഷനുകളുണ്ട്. 60,000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. മണിക്കൂറിൽ 140 കിലോമീറ്റർ വാണിജ്യ വേഗം. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്താൻ കേവലം 3.5 മണിക്കൂർ മാത്രം. രാവിലെ 6 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയും 20 മിനിറ്റ് ഇടവിട്ട് സർവീസുകൾ. അല്ലാത്ത സമയങ്ങളിൽ 40 മിനിറ്റിൻ്റെ ഇടവേള. പ്രതിദിനം 54,400 പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം. ഇതാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന അതിവേഗ റെയിൽപാതയുടെ ഹൈലൈറ്റ്. തിരുവനന്തപുരം നഗരത്തിലെ 6.5 കിലോമീറ്റർ മാത്രം തുരങ്കപാത, ബാക്കിയെല്ലാം ആകാശപാത. കണ്ണൂർ ഒഴികെയുള്ള വിമാനത്താവളങ്ങളെ സ്പർശിച്ച് കടന്നുപോകുന്ന റെയിൽപാത. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് 10 കിലോമീറ്റർ പ്രത്യേക റോഡ്. 15 ടൺ മാത്രം ഭാരമുള്ള സ്റ്റാൻഡേർഡ് ഗേജിലാണ് പാതയുടെ നിർമ്മാണം. റെയിൽവേ സ്റ്റേഷനുകൾ തമ്മിലുള്ള പരമാവധി ദൂരം 21.5 കിലോമീറ്റർ മാത്രം. 800 പേർക്ക് ഇരിക്കാവുന്ന 12 കോച്ചുകളുള്ള ട്രെയിനാകും ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. 16 കോച്ചുകൾ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണം. ഭാവിയിൽ പ്രതിദിനം 2.28 ലക്ഷം പേർക്ക് യാത്ര ചെയ്യാവുന്ന തരത്തിലാണ് പദ്ധതിയുടെ രൂപരേഖ. 20 മീറ്റർ വീതിയിലുള്ള ഭൂമി മാത്രമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരിക. ശേഷം ഈ ഭൂമി കർഷകർക്ക് തിരികെ നൽകാം. സൗരോർജ്ജം ഉപയോഗിച്ചാകും പദ്ധതിയുടെ പ്രവർത്തനം. നിർമ്മാണ ചെലവിന്റെ 50% അതായത് 36,000 കോടി രൂപ 51:49 എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓഹരിയായി നിക്ഷേപിക്കും. ബാക്കി തുക ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ശേഖരിക്കണമെന്നും രൂപരേഖയിൽ നിർദ്ദേശമുണ്ട്. സർക്കാരുകളുടെ അനുമതി ലഭിച്ചാൽ 5 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാമെന്ന ഉറപ്പും ഇടക്കാല റിപ്പോർട്ടിനൊപ്പം ഇ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്നു. സുനിൽ ഐസക്, മീഡിയ 1, തിരുവനന്തപുരം.